നമസ്കാരം. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാർക്ക് വേണ്ടി GST നിരക്കിൽ കേന്ദ്ര സർക്കാർ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ആകെ മാറ്റിമറിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ്. ട്രംപിന്റെ താരിഫ് ഭീഷണി മൂലം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ മുട്ടുവിറച്ചു നിൽക്കുമ്പോൾ ട്രംപിന്റെ വാക്കുകൾക്ക് വിപരീതമായി റഷ്യയ്ക്കൊപ്പം തന്നെ ഉറച്ചു നിൽക്കാനുള്ള മോദിയുടെ തീരുമാനം മോദിയിൽ അങ്ങേയറ്റം വിശ്വാസം നിലനിൽക്കുമ്പോൾ പോലും ഇന്ത്യൻ ജനതയ്ക്ക് വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. ഇന്ത്യയുടെ തുണിത്തരങ്ങൾ, മത്സ്യസമ്പത്ത് തുടങ്ങിയ മേഖലകളെ താരിഫ് ബാധിച്ചു തുടങ്ങുകയും കോടികൾ നഷ്ടത്തിലേക്ക് ഇന്ത്യൻ വിപണികൾ പലതും കൂപ്പുകുത്തുകയും ചെയ്തു തുടങ്ങിയതോടെ കരുത്തുള്ള കപ്പിത്താനെയും തളർത്തുന്ന തിരമാലകൾ ഉയർന്നു കഴിഞ്ഞു എന്നുള്ള അഭ്യൂഹങ്ങൾ പലതും ഉയർന്നു കേട്ടു. അതിനിടയിൽ ട്രംപ് ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് ദൂതന്മാരെ ഇന്ത്യയിലേക്ക് അയച്ചെങ്കിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ തളർച്ച രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തികാവസ്ഥയെയും അതുവഴി ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും പരിങ്ങലിലാക്കുമെന്നുള്ള ഭയം ഇന്ത്യ മുഴുവൻ നിഴലിച്ചു. അതിനിടയിലാണ് ജനങ്ങൾക്ക് ദീപാവലി സമ്മാനം എന്ന തരത്തിൽ മോദി സർക്കാർ വൻതോതിൽ GST പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത്. വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ ജനത പുതിയ പരിഷ്കാരങ്ങളെ നോക്കിക്കാണുന്നത്. തിങ്കളാഴ്ച ഇത് നിലവിൽ വരുന്നതോടുകൂടി വൻ വിലക്കുറവാണ് പല സാധനങ്ങൾക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത്. GST പരിഷ്കാരം തിങ്കളാഴ്ച നിലവിൽ വരുന്നതോടെ ഏകദേശം 2 ലക്ഷം കോടി രൂപ ജനങ്ങളുടെ കൈകളിൽ എത്തുമെന്നും ഇത് ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വെള്ളിയാഴ്ച പറഞ്ഞു. തമിഴ്നാട് ഫുഡ് ആൻഡ് ഗ്രെയിൻസ് അസോസിയേഷന്റെ 80ാം വാർഷികത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. GST നിലവിലുണ്ടായിരുന്ന 8 വർഷവും സർക്കാർ ആ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുകയായിരുന്നുവെന്നും ഇപ്പോൾ GST 2.0 പരിഷ്കാരങ്ങൾ പ്രകാരം നിരക്കുകൾ കുറയ്ക്കുകയോ പൂർണ്ണമായും നീക്കം ചെയ്യുകയോ ചെയ്തുവെന്ന ഒരു നാടകം കളിക്കുകയാണ് എന്നുമുള്ള പ്രതിപക്ഷ പരാമർശത്തിന് മറുപടിയായി NDA സർക്കാരിനോ പ്രധാനമന്ത്രിക്കോ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല എന്നും നിർമ്മല പറഞ്ഞു. 12% GST ഏർപ്പെടുത്തിയിരുന്ന 99% ഉൽപ്പന്നങ്ങളും ഇനി മുതൽ 5% GST-യിലായിരിക്കുമെന്നും രാജ്യത്തെ ഓരോ പൗരനെ സംബന്ധിച്ചും GST പരിഷ്കാരങ്ങൾ വലിയ വിജയമാണെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ട്രംപ് താരിഫ് കൂട്ടി ഇന്ത്യൻ ജനതയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുമ്പോൾ GST കുറച്ചുകൊണ്ട് അവരുടെ ഭാരം കുറച്ചു കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മോദി സർക്കാർ. ദിവസങ്ങൾക്ക് മുൻപാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലുള്ള GST കൗൺസിൽ ചരക്ക് സേവന നികുതി ഘടനയിൽ വലിയ പരിഷ്കാരത്തിന് അംഗീകാരം നൽകിയത്. ഇതുപ്രകാരം 5%, 18% എന്നീ 2 പ്രധാന സ്ലാബുകളിലായിരിക്കും ഇനി GST പിരിക്കുക. നിലവിലുള്ള 12%, 28% നിരക്കുകൾക്ക് പകരമായി ആഡംബര പാപവസ്തുക്കൾക്ക് പ്രത്യേക 40% സ്ലാബ് നൽകും. ജീവിത ചെലവ് കുറയ്ക്കുക, ഉപഭോഗം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ നികുതി പരിഷ്കാരത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് പ്രകാരം പല നിത്യോപയോഗ സാധനങ്ങളുടെയും വില ഇനി കുറയും. ഗാർഹിക ഉൽപ്പന്നങ്ങൾക്ക് ഇനി 18% GST-യിൽ നിന്ന് 5% GST മാത്രമേ ഇടാവൂ. ഡയറി ഉൽപ്പന്നങ്ങൾ, പാത്രം എന്നിവയ്ക്കാകട്ടെ നിരക്ക് 12%-ൽ നിന്ന് 5%-ആയാണ് കുറയാൻ പോകുന്നത്. നേരത്തെ 28%-ആയിരുന്ന പെട്രോൾ, ഡീസൽ, CNG കാറുകൾക്ക് ഇനി 18% മാത്രമേ നികുതി ചുമത്തൂ. മുച്ചക്ര വാഹനങ്ങൾ, 350 cc വരെയുള്ള മോട്ടോർ സൈക്കിളുകൾ, ചരക്ക് ഗതാഗതത്തിനുള്ള വാണിജ്യ വാഹനങ്ങൾ എന്നിവയ്ക്കും ഇത് ബാധകമാകും. ഇന്ത്യയെ തകർക്കാൻ ട്രംപ് കാത്തിരുന്ന് പതിയിരുന്ന് ഓരോ വാരിക്കുഴി തീർത്തു വെക്കുമ്പോൾ മോദി അവയൊക്കെ വകഞ്ഞു മാറ്റി തന്നെ വിശ്വസിച്ച ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ട്രംപല്ല, ആര് വിചാരിച്ചാലും ഇന്ത്യയുടെ കെട്ടുറപ്പിൽ തൊടാൻ പോലും കഴിയില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച